നമസ്കാരം. സകലമാന കേരളം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കൊച്ചി കായലിലേക്ക് മാലിന്യപ്പൊതി വലിച്ചെറിഞ്ഞ സംഭവത്തിൽ ഗായകൻ MG ശ്രീകുമാറിന് പിഴ. 25,000 രൂപ പിഴ ഈടാക്കി മുളവുകാട് പഞ്ചായത്ത്. നടപടിയിലേക്ക് നയിച്ചത് വിനോദസഞ്ചാരി പകർത്തിയ ദൃശ്യം. ഇടുക്കിയിലെ അനധികൃത ഖനനത്തിൽ നടപടി. 14 ടിപ്പർ ലോറികൾ പിടിച്ചെടുത്തു. പരുന്തുംപാറ കയ്യേറ്റങ്ങളിൽ 400-ലേറെ പേർക്ക് നോട്ടീസ് നൽകിയെന്ന് കളക്ടർ. പുലിപ്പേടി ഒഴിയാതെ കാസർകോട്ടെ കൊളത്തൂർ ഗ്രാമം. 4 പുലികളെ കണ്ടെന്ന് പ്രദേശവാസികൾ. കർണാടകയിൽ പിടികൂടുന്ന പുലികളെ കൊളത്തൂരിൽ തുറന്നുവിടുന്നെന്ന് നാട്ടുകാർ. കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട ഭൂരേഖകൾ കാണാനില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. വികസനം അട്ടിമറിക്കാനുള്ള നീക്കമെന്ന് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ. ഇടുക്കി 6-ാം മൈൽ 50-ാം മൈൽ റോഡ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. 7 വർഷമായി പ്രദേശവാസികൾക്ക് ദുരിതയാത്ര. സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന കളക്ടറുടെ നിർദ്ദേശവും ജലരേഖയായി. വിശദമായ വാർത്തയിലേക്ക്. കൊച്ചി കായലിലേക്ക് മാലിന്യപ്പൊതി വലിച്ചെറിഞ്ഞ സംഭവത്തിൽ ഗായകൻ MG ശ്രീകുമാറിൽ നിന്ന് പിഴയൊടുക്കി. MG ശ്രീകുമാറിന്റെ മുളവുകാട്ടെ വീട്ടിൽ നിന്നും കായലിലേക്ക് മാലിന്യമിടുന്നത് വിനോദസഞ്ചാരിയാണ് മൊബൈലിൽ പകർത്തിയത്. 25,000 രൂപയാണ് പിഴ. ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കേരളത്തിൽ എവിടെ ആരെങ്കിലും വേസ്റ്റ് വലിച്ചെറിയുന്നതിന്റെ ഫോട്ടോ ഒന്നുകിൽ ആളെ കിട്ടണം. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കായലിലേക്ക് മാലിന്യം എറിയുന്നത്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇതെങ്ങനെയാണ്, ഇത് ആരാണ് ഈ ദൃശ്യങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്? അശ്വതി, ഒരു 4 ദിവസങ്ങൾക്ക് മുൻപാണ് ഈ സംഭവം നടന്നതായിട്ട് പറയുന്നത്. അത് നമുക്കറിയാം, കൊച്ചിയുടെ ഒരു കായൽ യാത്രകൾ, അതിൽ വളരെ വിനോദസഞ്ചാരികൾ പങ്കെടുക്കുന്ന ഒരു ഇടം കൂടിയാണത്. അതിനിടയിൽ വെച്ച ഒരു വിനോദസഞ്ചാരിയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത്. ഈ ദൃശ്യങ്ങൾ പകർത്തിയ ആൾക്ക് ഇതാരുടെ വീടാണോ എന്താണോ എന്ന കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. പക്ഷേ അയാൾ ശ്രദ്ധിക്കപ്പെട്ടത് ഈ പൊതുസ്ഥലത്തേക്ക്, പ്രത്യേകിച്ച് ഈ കായലിലേക്കെല്ലാം തന്നെ മാലിന്യം വലിച്ചെറിയുന്ന ആ ദൃശ്യങ്ങളാണ്. അത് അദ്ദേഹം പകർത്തുകയും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരങ്ങൾ അറിയിക്കാൻ, പൊതു ഇടങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് കണ്ടാൽ അത് ചിത്രങ്ങൾ സഹിതം അപ്ലോഡ് ചെയ്യാനൊരു സംവിധാനം തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെതായിട്ടുണ്ട്. അതിലേക്ക് വാട്സപ്പ് അടക്കം ഇതിലേക്ക് ചിത്രങ്ങൾ അയക്കാം. അങ്ങനെ ഈ ദൃശ്യങ്ങളടക്കം അദ്ദേഹം അത് അവിടെ അയക്കുകയും ഇത് ഈ ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുകയും തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ തന്നെ ഇത് പെടുകയും എല്ലാം തന്നെ ചെയ്തു. തുടർന്ന് ഇത് മുളവുകാട് പഞ്ചായത്തിനെ അടക്കം അറിയിച്ചു. ഇത് ദൃശ്യങ്ങളും സമയവും സ്ഥലവും എല്ലാം തന്നെ കൃത്യമായി വിശദീകരിച്ചുകൊണ്ടായിരുന്നു ഈ പോസ്റ്റ് ചെയ്തിരുന്നത്. ഇത് പിന്നീട് ഈ മുളവുകാട് പഞ്ചായത്തിനെ അറിയിക്കുകയും മുളവുകാട് പഞ്ചായത്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തത്. പഞ്ചായത്തിന് ഈ വീട് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണിത്. ഗായകൻ MG ശ്രീകുമാറിൻ്റെ വീടാണ് എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങളടക്കം കാണിക്കുകയും അത് നിങ്ങൾ ചെയ്തിരിക്കുന്നത് പൊതു ഇടത്തിലേക്ക് മാലിന്യം വലിച്ചെറിയാണ്, ഇത് നിയമപ്രകാരം തെറ്റാണ്, ഇതിന് ഇത്രയാണ് അതിൻ്റെ ഒരു പിഴ ഈടാക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുകയും കൃത്യമായി നോട്ടീസ് നൽകുകയും എല്ലാം തന്നെ ചെയ്തു. MG ശ്രീകുമാർ ആ തുക അടക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ചിത്രത്തിൽ ഇതിൽ മാലിന്യം വലിച്ചെറിയുന്നത് ആരാണ് എന്നതൊന്നും വ്യക്തമല്ല. പക്ഷേ അവിടേക്ക് കൃത്യമായിട്ട് ഈ കായലിലേക്ക് പൊതു ഇടത്തേക്ക് മാലിന്യം വലിച്ചെറിയുന്നത് അത് വളരെ കൃത്യമാണ്. അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും തുക അടച്ചിരിക്കുന്നു എന്നതാണ്, പിഴ തുക ചുമത്തിയിരിക്കുന്നു, ആ തുക അടച്ചിരിക്കുന്നു എന്നതാണ്. ഇതിൽ കൃത്യമായൊരു മെസ്സേജ് ഉള്ളത്, ഈ പൊതു ഇടങ്ങളിലേക്ക് ഈ രീതിയിലേക്ക് മലിനമാക്കുന്ന രീതിയിലേക്ക് ആരെങ്കിലും നീങ്ങുകയാണെങ്കിൽ അതിൽ നടപടി ഉണ്ടാകുമെന്നതാണ്. അത് കൃത്യമായി അത് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ട് എന്നതുകൂടി വ്യക്തമാവുകയാണ്. അതുകൊണ്ടാണ് ഇത് ബന്ധപ്പെട്ട പോസ്റ്റ് വന്നതിന് ശേഷം അതായത് സ്ഥലം തിരിച്ചറിയുകയും പഞ്ചായത്ത് കൃത്യമായി തന്നെ അതിലേക്ക് നടപടി എടുക്കുവാനെല്ലാം തന്നെ നീങ്ങുകയും ചെയ്തത്. പഞ്ചായത്ത് അധികൃതർ ഈ സ്ഥലത്ത് ചെല്ലുകയും അവരോട് ഈ ചിത്രങ്ങൾ സഹിതം ഇതിൽ പോസ്റ്റ് ചെയ്ത സഹിതം കാര്യങ്ങൾ വിശദീകരിക്കുകയും എല്ലാം തന്നെ ചെയ്തു. അവർക്കത് ബോധ്യമാവുന്നു. വീട്ടുടമസ്ഥൻ ഗായകൻ MG ശ്രീകുമാറിന്റെ കുടുംബത്തിന് അത് ബോധ്യമാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ നടപടിയിലേക്ക് കടക്കുകയും ആ നോട്ടീസിന് അവർ തന്നെ ആ തുക ഒടുക്കുകയും ചെയ്തിട്ടുള്ളത്. ശരി, ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.
പുലിപ്പേടി ഒഴിയാതെ കാസർഗോഡ് കൊളത്തൂർ ഗ്രാമം. ഒരു മാസത്തിനിടെ മാത്രം ഇവിടെ 2 പുലികളാണ് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്. കർണാടകയിലെ ജനവാസ മേഖലയിൽ നിന്ന് പിടികൂടുന്ന പുലികളെ പ്രദേശത്ത് തുറന്നുവിടുന്നതായാണ് നാട്ടുകാരുടെ ആരോപണം. പുലി ഭീതിയിലാണ് കൊളത്തൂർ ഗ്രാമം. സന്ധ്യയായാൽ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. പകൽ പോലും ജീവൻ പണയം വെച്ചാണ് വീടിന് പുറത്തിറങ്ങുന്നത്. നെടുപോട്ട് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ഒരു മാസത്തിനിടെ മാത്രം കുടുങ്ങിയത് 2 പുലികളാണ്. ഫെബ്രുവരി 25-ന് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ 5 വയസ്സ് പ്രായമുള്ള പെൺപുലിയാണ് കുടുങ്ങിയത്. ദിവസങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് നിന്ന് 5 വയസ്സ് പ്രായമുള്ള ആൺപുലിയും കൂട്ടിൽ കുടുങ്ങി. ഫെബ്രുവരി 5-ന് റബ്ബർ തോട്ടത്തിലെ തുരങ്കത്തിൽ കുടുങ്ങിയ പുലി മയക്കുവെടി വെക്കാനുള്ള ശ്രമത്തിനിടെ രക്ഷപ്പെട്ടിരുന്നു. വ്യത്യസ്ത ഇടങ്ങളിൽ 4 പുലികളെ വീണ്ടും കണ്ടതായി നാട്ടുകാർ പറയുന്നു. കർണാടകയിലെ ജനവാസ മേഖലയിൽ നിന്ന് പിടികൂടുന്ന പുലികളെ സംസ്ഥാന അതിർത്തിയിൽ തുറന്നുവിടുന്നതായാണ് ആരോപണം. ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യം ഉയരുന്നു. കർണാടക അടുത്താണല്ലോ, അപ്പൊ കർണാടകയിൽ വലിയ നിലയിൽ പുലികളുടെ ശല്യം ഉണ്ടാകുന്നുണ്ടെന്നില്ല. ഒരു അകത്ത് ചില ആൾക്കാർക്ക് പറയുന്ന കേൾക്കുന്നുണ്ട്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് അവിടുന്ന് പിടിച്ച് കൊണ്ടുവരുന്ന പുലി നമ്മുടെ കേരള ബോർഡറിൽ ഇറക്കി വിടുന്ന ഒരു സ്ഥിതി ഉണ്ടോ എന്നുള്ളൊരു സംശയം നമ്മളെ സംബന്ധിച്ചിട്ടുണ്ട്. നാട്ടുകാരൊക്കെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ചെവിയിലേക്കും അത് എത്തിയിട്ടുണ്ടാവാം. അവരത് സ്ഥിരീകരിച്ച് അതുകൂടെ പരിശോധിച്ച് കൊണ്ടുപോകണം ഇനി മുമ്പിലോട്ട് നമ്മുടെ നാടിൻ്റെ ഈ ഭീതി അകറ്റാൻ. വാഹനങ്ങളിൽ പോകുമ്പോഴുള്ളൊരു സേഫ് മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ സന്ധ്യാസമയം ആയെങ്കിൽ ഇപ്പോൾ നടന്നു പോകാറുന്ന ഒരു പതിവില്ല. പൊതുവെ നടന്നു പോകാറില്ല. എന്നാലും പകൽ സമയങ്ങളിൽ കുട്ടികൾ നടന്നു പോകുന്നുണ്ട്, രാത്രി കാലങ്ങളില്ല. പുലിയുടെ സാന്നിധ്യം ഉണ്ടായെടുത്ത് പുലി കുഞ്ഞുങ്ങളെ കണ്ടതായും പ്രദേശവാസികൾ പറയുന്നു. 1500ഓളം കുടുംബങ്ങളാണ് കൊളത്തൂരിലും പരിസര പ്രദേശങ്ങളിലുമായി പുലിപ്പേടിയിൽ കഴിയുന്നത്. വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ശക്തമായ ഇടപെടലുകൾ വരും ദിവസങ്ങളിലും വേണമെന്ന ആവശ്യവും ഉയരുന്നു. എന്തായാലും ഇപ്പോഴും ഒരു പുലി ഭീതിയിൽ തന്നെയാണ് കൊളത്തൂരും പരിസര പ്രദേശങ്ങളുമുള്ളത്. ഈ ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്ന ആവശ്യം തന്നെയാണ് ശക്തമാകുന്നതും. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡ് വികസന പ്രവൃത്തികൾ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടുനിൽക്കുന്നതായി ആരോപണം. ബസ് സ്റ്റാൻഡ് വികസന പദ്ധതിക്കുള്ള DPR തയ്യാറാക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നതിനിടെ ഭൂരേഖകൾ കാണാനില്ലെന്ന വാദവുമായി പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് രംഗത്തെത്തിയിരുന്നു. പ്രസിഡന്റിന്റെ ഈ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്കിടയിൽ ഉയരുന്നത്. കുറ്റിപ്പുറം നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുന്ന ബസ് സ്റ്റാൻഡ് വികസന പ്രവൃത്തികൾ അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നതായാണ് ആക്ഷേപം. ബസ് സ്റ്റാൻഡ് വികസന പദ്ധതിക്കുള്ള DPR തയ്യാറാക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഭൂരേഖകൾ കാണാനില്ലെന്ന വാദവുമായി പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് രംഗത്തെത്തിയത്. പ്രസിഡന്റിന്റെ ഈ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്കിടയിൽ ഉയർന്നത്. ചില മാധ്യമങ്ങൾ പഞ്ചായത്തിൽ നിന്ന് കാണാതായ ഭൂരേഖകളുടെ സർവേ നമ്പറുകളും മറ്റും പുറത്തുവിട്ടു. മാസങ്ങൾക്ക് മുമ്പ് ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ ശേഷമാണ് ബസ് സ്റ്റാൻഡിന്റെ വികസന പ്രവൃത്തികൾ ആരംഭിക്കാനുള്ള പദ്ധതിക്ക് രൂപം നൽകിയത്. ഹൈവേ ജംഗ്ഷൻ മുതൽ സബ് രജിസ്ട്രാർ ഓഫീസ് വരെ ഡിജിറ്റൽ സർവേ നടത്തി ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയതാണ്. താലൂക്ക് സർവേയറുടെയും വില്ലേജ് ഓഫീസറുടെയും സാന്നിധ്യത്തിൽ നടത്തിയ സർവേയിൽ ബസ് സ്റ്റാൻഡ് ഭൂമിയുടെ അതിരുകളും മറ്റും നിർണയിച്ച ശേഷമാണ് സ്കെച്ച് ഉൾപ്പെടെയുള്ള രേഖകൾ പഞ്ചായത്തിന് സ്വകാര്യ ഏജൻസി തയ്യാറാക്കി നൽകിയത്. 10-15 വർഷത്തോളമായി നമ്മുടെ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡ് അനുബന്ധ സ്റ്റാൻഡും മറ്റൊക്കെ നവീകരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മാറി വരുന്ന പല ഭരണസമിതിയും പൊതുജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. DPR ശരിയായില്ല, അത് ശരിയായില്ല, ഇത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ നിരവധി തവണ, അതായത് 3 ടേമായിട്ട് പറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ രേഖകൾക്ക് താലൂക്ക് സർവേയർ അംഗീകാരവും നൽകിയിരുന്നു. ഒന്നിലധികം സർവേ നമ്പറുകളിലാണ് നിലവിലെ ബസ് സ്റ്റാൻഡ് ഭൂമിയും അനുബന്ധ സമുച്ചയങ്ങളും സ്ഥിതി ചെയ്യുന്നത്. രേഖകളുടെ അടിസ്ഥാനത്തിലാണ് 2 മാസം മുമ്പ് പഞ്ചായത്ത് സെക്രട്ടറി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റിയുമായി ഉപകരാർ വെച്ചതും DPR പ്ലാൻ എന്നിവ തയ്യാറാക്കുന്നതിലേക്കായി ആദ്യ ഗഡുവായി 4 ലക്ഷം രൂപ കൈമാറിയതും. 1970-ൽ കൈമാറി കിട്ടിയ ഭൂമിയുടെ പ്രമാണമടക്കമുള്ള രേഖകൾ നിലവിലില്ലെങ്കിലും സർവേ നമ്പറും അനുബന്ധ രേഖകളും ലഭ്യമായിരിക്കെ പഞ്ചായത്ത് ഓഫീസിൽ ഒരു രേഖയുമില്ലെന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണെന്നാണ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പറയുന്നത്. 2020-ലെ ആദ്യ ബജറ്റിൽ 1 കോടി രൂപയും 2022-ൽ പ്രതീക്ഷിത വരുമാനമായി 25 കോടി രൂപയുമാണ് വകയിരുത്തിയിരുന്നത്. 55 വർഷം മുമ്പാണ് പൊതുമരാമത്ത് വകുപ്പ് തിരൂർ റോഡ് മുതൽ പഴയ റെയിൽവേ സ്റ്റേഷൻ റോഡ് വരെയുള്ള ഭൂമി ഗ്രാമപഞ്ചായത്തിന് വിട്ടു നൽകിയത്. പിന്നീട് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിനും മറ്റുമായി പ്രദേശവാസികളിൽ ചിലർ ഭൂമി സൗജന്യമായും വിട്ടു നൽകിയിരുന്നു. ന്യൂസ് 18 തിരൂർ. ഇടുക്കി പെരുമ്പൻകുത്ത് 6-ാം മൈൽ 50-ാം മൈൽ റോഡ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ്. പ്രളയത്തിലാണ് റോഡ് പൂർണ്ണമായും തകർന്നത്. കുത്തിയൊലിച്ചെത്തിയ മലവെള്ളം റോഡ് തുടച്ചു നീക്കി. അന്ന് തുടങ്ങിയതാണ് ഇവിടുത്തുകാരുടെ ദുരിതം.
നല്ല റോഡില്ലാത്തത് മൂലം വാഹനങ്ങൾ ഓട്ടം വരാതായി. ടാർ ഇളകിയ റോഡിലൂടെയുള്ള യാത്ര അപകടങ്ങൾ വിളിച്ചു വരുത്തി. ഏറെ കാലമെടുത്തു പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ. 3 വർഷം മുൻപ് തുടങ്ങിയ പണി ഇനിയും പൂർത്തിയായിട്ടില്ല. മഴക്കാലത്തിന് മുൻപ് റോഡ് പൂർത്തീകരിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഒരു 3-4 വാർഡിലും കൂടുതലും ട്രൈബൽ ആൾക്കാർ, ആദിവാസി കുടികളാണ് കൂടുതലും ഉള്ളത്. അവിടുത്തെ ആൾക്കാർക്കാണല്ലോ ആശുപത്രി പോകാനും മറ്റ് യാത്രയ്ക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. വണ്ടിക്കാർ ഡെയിലി വീഴുന്നു, ബൈക്ക് യാത്ര ചെയ്യുന്നവർ ഡെയിലി വീഴുന്ന ഒരു അവസ്ഥയാണ്. ഭയങ്കരമായിട്ട് ആശുപത്രി പോകുന്നതും ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഒത്തിരി ഉണ്ടാകുന്നുണ്ട്. മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ 2, 3, 4 വാർഡുകളിലെ 1500ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡാണിത്. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം. 4.2 കിലോമീറ്ററാണ് ദൂരം. മെറ്റൽ വിരിക്കുന്നതുൾപ്പെടെയുള്ള ജോലികൾ പൂർത്തീകരിച്ചെങ്കിലും ഇനിയും ഒരുപാട് പണി ബാക്കിയുണ്ട്. ചിക്കണംകൂടി സർക്കാർ സ്കൂളിലേക്കും ആദിവാസി സെറ്റിൽമെന്റുകളിലേക്കും ഇതുവഴിയാണ് പോകേണ്ടത്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കിയിലെ അനധികൃത ഖനനത്തിൽ നടപടി. 14 ടിപ്പർ ലോറികൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സംഘമാണ് പരിശോധന നടത്തിയത്. ഇന്ന് പുലർച്ചെയോടെയാണ് ഇടുക്കി എസ്.പിയുടെ പ്രത്യേക സ്ക്വാഡ് തൊടുപുഴ മേഖലയിൽ പരിശോധന നടത്തിയത്. 12 ടോറസ് ലോറികൾ, 1 ടിപ്പർ, 1 മിനി ടിപ്പർ എന്നിവയാണ് പിടികൂടിയത്. ഇവയിൽ അധികവും പാസില്ലാതെ അനധികൃതമായി കരിങ്കല്ല് കടത്തിയ വാഹനങ്ങളാണ്. അമിത ലോഡ് കയറ്റിയവയും പിടികൂടിയവയിൽ ഉൾപ്പെടും. ഇടുക്കിയിൽ സ്വകാര്യ ഭൂമിയിലും സർക്കാർ ഭൂമിയിലും നടക്കുന്ന അനധികൃത ഖനനത്തിൽ ജില്ലാ കളക്ടർ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ആവർത്തിച്ച് നിയമലംഘനം നടത്തുന്നവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാൻ നടപടി സ്വീകരിക്കാൻ കളക്ടർ ADM-ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് പോലീസും പരിശോധന കർശനമാക്കിയത്. ജില്ലയിൽ 4 താലൂക്കുകളിലായി 64ഇടത്താണ് ഖനനം നടക്കുന്നതെന്നാണ് കണ്ടെത്തൽ. ഇവിടങ്ങളിലും റവന്യൂ വകുപ്പും പരിശോധന തുടരും. പിടികൂടിയ വാഹനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കും. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് വൻ ലഹരിവേട്ട. 450 ഗ്രാം ഹാഷിഷുമായി കർണാടക സ്വദേശി പിടിയിലായി. കർണാടകയിലെ നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ് പിടിയിലായ ഷാഫി. കാറിലും വീട്ടിലും സൂക്ഷിച്ച 450 ഗ്രാം ഹാഷിഷാണ് പിടിച്ചത്. മയക്കുമരുന്ന് കടത്തിയ കന്യാന മടകുഞ്ച സ്വദേശി കലന്തർ ഷാഫിയെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. മണ്ണംകുഴി തെക്കേക്കുന്ന് നടന്ന വാഹന പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. ഇയാൾ സഞ്ചരിച്ച കാറിൽ നിന്ന് 130 ഗ്രാം ഹാഷിഷ് കണ്ടെത്തിയിരുന്നു. ഇതിനിടെ കൂട്ടത്തിലെ ഒരാൾ രക്ഷപ്പെട്ടു. പിടിയിലായ ഷാഫിയുടെ മൊഴിയിൽ നിന്നാണ് കൂടുതൽ ഹാഷിഷ് ഒളിപ്പിച്ചയിടത്തെക്കുറിച്ച് വിവരം ലഭിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ 320 ഗ്രാം ഹാഷിഷ് കൂടി കണ്ടെത്തി. കലന്തർ ഷാഫി എന്നയാള് കർണാടക സംസ്ഥാനത്ത് 140 കിലോ കഞ്ചാവ്, അതുപോലെ 45 കിലോ കഞ്ചാവ് എന്നിവ ഉൾപ്പെട്ട 2 കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി NDPS കേസിൽ പ്രതിയാണ്. ഷാഫിക്ക് കാസർഗോഡ് എക്സൈസിലും മറ്റ് കേസുകളുണ്ട്. വിൽപ്പനക്കായിട്ട് ഓടിപ്പോയ ആൾ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യമായിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചയും കലന്തർ ഷാഫിയെ 100 ഗ്രാം കഞ്ചാവുമായി പിടികൂടിയിരുന്നു. അന്ന് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. കർണാടകയിലെ നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ് ഇയാൾ. ന്യൂസ് 18 കാസർഗോഡ്. കോതമംഗലത്ത് അതിജീവിതകളായ സ്ത്രീകൾക്ക് അഭയം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച നിർഭയ പദ്ധതി വെള്ളിയാഴ്ച നാടിന് സമർപ്പിക്കും. പീസ് വാലിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച നിർഭയ സെന്ററിൽ 150 പേർക്കുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. അതിജീവിതകളായ സ്ത്രീകൾക്ക് അഭയം നൽകി ശാസ്ത്രീയമായ പുനരധിവാസം ഉറപ്പുവരുത്തുന്ന രീതിയാണ് നിർഭയ മുന്നോട്ട് വയ്ക്കുന്നത്. വ്യത്യസ്ത കാരണങ്ങളായി തെരുവിലായി പോയ സ്ത്രീകൾ, ശാരീരിക മാനസിക അതിക്രമങ്ങൾക്ക് ഇരയാക്കപ്പെട്ടവർ, ഗാർഹിക പീഡനങ്ങൾക്ക് ഇരയായവർ തുടങ്ങി നിരവധി പേരുണ്ട്. ഇവർക്ക് കൈത്താങ്ങാവുകയാണ് ലക്ഷ്യം. സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിക് സ്പെഷ്യൽ വർക്കർ എന്നിവരുടെ നേതൃത്വത്തിൽ നൂതനമായ ചികിത്സയും മാനസികമായി കരുത്താർജിക്കാൻ കൗൺസിലിംഗ് സംവിധാനങ്ങളും ഇവിടെ സജ്ജമാണ്. 10 വാർഡുകളിലായി 150 പേർക്കുള്ള സൗകര്യമാണ് നിർഭയയിൽ ഒരുക്കിയിട്ടുള്ളത്. മനസ്സിനേറ്റ ആഘാതങ്ങൾ പരിഹരിക്കാനായി ലൈബ്രറി, യോഗ, ക്രാഫ്റ്റ് പരിശീലനം എന്നീ സൗകര്യങ്ങളും ലഭ്യമാണ്. പോക്സോ അതിജീവിതകളായ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും പ്രത്യേക വാർഡുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ അംഗീകാരത്തോടെ വനിതാ ശിശു വികസന വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. പൂർണ്ണമായും സ്ത്രീകൾ തന്നെയാണ് സ്ഥാപനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. വ്യത്യസ്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന 150 സ്ത്രീകളെ ഉൾക്കൊള്ളാൻ പാകത്തിന് അവരുടെ തൊഴിൽ സംരംഭം കൂടിയിട്ട് ഇനിയും അവർക്കൊരു ജീവിതവും അല്ലെങ്കിൽ അത്തരം ഒരു രീതിയൊക്കെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരെ അത്തരം കൗൺസിലിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വലിയ സംവിധാനമാണ് വുമൺ ഇൻ ഡിസ്ട്രസ്.
ഉദ്ഘാടന ചടങ്ങിൽ പ്രമുഖ വ്യവസായി ഡോക്ടർ പി മുഹമ്മദ് അലി പദ്ധതി നാടിന് സമർപ്പിക്കും. രാഷ്ട്രീയ സാമൂഹിക രംഗത്തു നിന്നുള്ള പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും. ന്യൂസ് 18 കോതമംഗലം. കിണർ വെള്ളത്തിന് പെട്ടെന്നുണ്ടായ നിറം മാറ്റത്തിലെ ആശങ്കയിലാണ് കോന്നി അതുമ്പംകുളത്തെ ആനന്ദനും കുടുംബവും. 32 വർഷമായി ഉപയോഗിക്കുന്ന കിണറ്റിലെ വെള്ളം പാൽ നിറത്തിലായതാണ് ആശങ്കയ്ക്ക് കാരണം. നിറം മാറിയ വെള്ളം പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വരെ കിണറ്റിൽ നിന്ന് തെളിഞ്ഞ വെള്ളമാണ് ലഭിച്ചത്. എന്നാൽ രാവിലെ വെള്ളം കോരിയെടുത്തപ്പോഴാണ് വെള്ളത്തിന്റെ നിറമാറ്റം വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് വെള്ളം ഉപയോഗിച്ചില്ല. വെള്ളത്തിന് നിറമാറ്റം ഉണ്ടാക്കാനുള്ള കാരണങ്ങളൊന്നും തന്നെ പരിസര പ്രദേശത്തുമില്ല. ഇതോടെയാണ് വീട്ടുകാർ ആശങ്കയിലായത്. ഇന്നലെയും രാവിലെ വെള്ളം കോരിയപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്ന് രാവിലെ ഒരു 6:30 വെള്ളം കോരാൻ വന്നപ്പോൾ ഇതിങ്ങനെ പാൽ കളറി കിടക്കുന്നു, കളറ് മാറി. അപ്പോൾ പിന്നെ ആ വെള്ളം ഇന്ന് ഉപയോഗിച്ചിട്ടില്ല, ആഹാരം പാകം ചെയ്യാനോ ഒന്നിനും. വെള്ളത്തിന്റെ നിറം മാറ്റത്തിനു ശേഷം പ്രത്യേക ഗന്ധമോ രുചി വ്യത്യാസമോ ഇല്ലെന്നാണ് വീട്ടുകാർ പറയുന്നത്. നിറമാറ്റം കണ്ടെത്തിയ സാഹചര്യത്തിൽ വെള്ളം പരിശോധനയ്ക്ക് അയച്ചു. നമ്മൾ ഇവിടെ എല്ലാവരും ആശങ്കയിലാണ് ഇത് എന്തുവാണെന്ന്. ഹെൽത്തിനെ വിളിച്ചറിയിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പഞ്ചായത്തിലും പറഞ്ഞിട്ടുണ്ട്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇന്ന് അവധി ആയതുകൊണ്ടാണ് ആരും എത്താത്തത്. അപ്പം എന്താണ് ഇതിന് വേണ്ടതെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്തെ കിണറ്റിലെ വെള്ളത്തിന്റെ നിറം മാറിയതോടെ കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് വീട്ടുകാർ. ന്യൂസ് 18 പത്തനംതിട്ട. ഇടുക്കി അടിമാലി ഗ്രാമപഞ്ചായത്തിൽ വിശപ്പ് രഹിത പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഭാഗമായി സൗജന്യ ഭക്ഷണ വിതരണ കേന്ദ്രവും തുടങ്ങി. അടിമാലിയിലെത്തുന്ന ആർക്കും പണമില്ലാത്തതിന്റെ പേരിൽ വിശന്നിരിക്കേണ്ടി വരില്ല. ഇതിനായി പഞ്ചായത്താണ് വിശപ്പ് രഹിത പദ്ധതിക്ക് തുടക്കമിട്ടത്. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് നടപ്പാക്കുന്നത്. താലൂക്ക് ആശുപത്രി പരിസരത്താണ് സൗജന്യ ഭക്ഷണശാലയുടെ പ്രവർത്തനം. ഫുഡ് കൗണ്ടറിന്റെ ഉദ്ഘാടനം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. വരുന്ന ആളുകൾക്കും കുട്ടികൾക്കും സാധാരണക്കാർ വരുമ്പോൾ അവർക്ക് വേണ്ട പക്ഷേ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഇവിടെ ഈ സാധനം വളരെ പെട്ടെന്ന് തന്നെ എടുത്തു കൊടുക്കാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് ഈ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുമ്പോൾ ഞങ്ങൾ സന്തോഷവും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ പദ്ധതിക്ക് വേണ്ടി എല്ലാവിധ ആശംസകളും നേരുന്നു. ഭക്ഷണം കഴിക്കാൻ പണമില്ലാത്ത ആർക്കും ഇവിടെ നിന്നും ഭക്ഷണം കഴിക്കാം. എളുപ്പത്തിൽ കേടാകാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ പൊതുജനങ്ങൾക്ക് സൗജന്യ ഫുഡ് കൗണ്ടറിൽ എത്തിച്ച് അർഹരായവർക്ക് ലഭ്യമാക്കാനുമാകും. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, താലൂക്ക് ആശുപത്രി അധികൃതർ, പൊതുപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 അടിമാലി. കടുത്ത വേനൽ ചൂടിൽ നിന്ന് ആശ്വാസം തേടി ചോലവനത്തിന്റെ വശ്യതയിലേക്കൊരു യാത്ര പോയാലോ? എങ്കിൽ ഇടുക്കിയിലെ പാമ്പാടുംചോല ദേശീയ ഉദ്യാനത്തിലേക്ക് പോകാം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനമായ പാമ്പാടുംചോല കടുത്ത വേനലിലും മനസ്സ് കുളിരുന്ന കാഴ്ചകളാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുക. മൂന്നാറിൽ നിന്നും വട്ടവടയിലേക്കുള്ള യാത്രാമധ്യേയാണ് പാമ്പാടുംചോലയുടെ കാനന കാഴ്ചകൾ. ആകെ 11.75 ചതുരശ്ര അടി മാത്രം വിസ്തീർണമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനമാണ് എങ്കിലും പാമ്പാടുംചോല ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നിരവധി വിസ്മയ കാഴ്ചകളാണ്. വേനൽക്കാലമാണ് എങ്കിലും ഓരോ പ്രഭാതവും ഇവിടെ മഞ്ഞിൽ മുങ്ങിയാണ് ഉണരുന്നത്. പല നിറങ്ങളിലുള്ള ചോലമരങ്ങളെ തഴുകിയിറങ്ങുന്ന സൂര്യപ്രകാശം, അപൂർവങ്ങളായ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ ഭൂമിക, മരച്ചില്ലകളിലൂടെ പറന്നുല്ലസിക്കുന്ന കിളികളുടെ ആരവം, കാഴ്ചകൾ ഏറെയുണ്ട് ഇവിടെ. ഞാവൽ, എടന, കാട്ടുവിഴാൽ, വെട്ടി തുടങ്ങി സഹ്യന്റെ സ്വന്തമായ വിവിധ ഇനം വൃക്ഷങ്ങൾ ഇവിടെ യഥേഷ്ടമുണ്ട്. കാനന കാഴ്ചകൾ ആസ്വദിച്ച് ഒരു ട്രെക്കിങ്ങും മൺവീട്ടിലെ താമസവുമടക്കം നിരവധി സൗകര്യങ്ങൾ സഞ്ചാരികൾക്കായി വനംവകുപ്പ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കോതമംഗലം. പറണേറ്റിനും നിലത്തിപ്പോരിനും ഒരുങ്ങി നെയ്യാറ്റിൻകര കാരിയോട് ഭദ്രകാളി ദേവി ക്ഷേത്രം. 5 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന പറണേറ്റും നിലത്തിപ്പോരിനും വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. കാരോട് ഭദ്രകാളി ദേവി മുടിപ്പുരിയിലെ അശ്വതി തൂക്ക മഹോത്സവങ്ങൾക്കാണ് കൊടിയേറിയത്. ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമായുള്ള ഊരുചുറ്റ്, കളങ്കാവൽ,
കാവിൽക്കോടതി, നേർച്ചപ്പൊങ്കാല, നേർച്ചത്തൂക്കം എന്നിവയ്ക്ക് ശേഷമാണ് ചടങ്ങുകൾ. പറണേറ്റിനും നിലത്തിപ്പോരിനുമായി ക്ഷേത്രാങ്കണം ഒരുങ്ങിക്കഴിഞ്ഞു. ഭദ്രകാളി ദേവി സങ്കല്പവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സുപ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് നിലത്തിപ്പോര്. ഭദ്രകാളി ദേവി ദാരികനുമായുള്ള യുദ്ധത്തിനു വേണ്ടിയുള്ള പടയോട്ടവും പോരും തുടർന്നുള്ള ദാരികാവധവുമാണ് നിലത്തിപ്പോരിന്റെ പ്രത്യേകത. തെക്കൻ കേരളത്തിലെ കാർഷിക മേഖലയുമായി ഏറെ അടുത്തു നിൽക്കുന്ന ദേവതാ സങ്കല്പമാണ് കാളിയൂട്ട്. നാളെ നിലത്തിപ്പോരോടും കൂടി ഉത്സവത്തിന് സമാപനമാകും. ന്യൂസ് 18 നെയ്യാറ്റിങ്കര. ക്യാൻസർ ചികിത്സയ്ക്ക് പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് കോന്നി പയ്യനാമൺ കാച്ചാനത്ത് സ്വദേശി സന്തോഷ് കുമാർ. 2 വർഷം മുൻപ് രോഗം സ്ഥിരീകരിച്ചതോടെ സുമനസ്സുകളുടെ സഹായത്തോടെയാണ് ചികിത്സ നടത്തുന്നത്. മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ല ഈ കുടുംബത്തിന്. കൂലിപ്പണിക്കാരനായ സന്തോഷ് കുമാറിന് 2 വർഷം മുൻപാണ് ക്യാൻസർ ബാധിച്ചത്. രോഗം ബാധിച്ചതോടെ ജോലിക്ക് പോകാൻ കഴിയാതെയായി. ചികിത്സയ്ക്കും മരുന്നിനും പണമില്ലാതായതോടെ വലിയ പ്രതിസന്ധിയിലാണ് കുടുംബം. സുമനസ്സുകളുടെ സഹായം മാത്രമാണ് ഏക ആശ്രയം. 2 വർഷമായിട്ട് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ജോലിക്ക് പോകാൻ പറ്റാത്തതിനാൽ ഒരു രീതിയിലും ഒരു മാർഗ്ഗവും ഇല്ല. ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ടാണല്ലോ, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടാണല്ലോ. പിന്നെ ചില സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ ചെറിയ സഹായങ്ങൾ ചെയ്ത് അതുകൊണ്ട് കീമോയ്ക്ക് പോയി. കീമോ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ തുടർന്ന് പോകാനായിട്ട് എൻ്റെ സാമ്പത്തികമായിട്ട് കയ്യിലൊന്നുമില്ല. നിങ്ങളാൽ കഴിയാവുന്ന എന്തെങ്കിലും സഹായങ്ങൾ സഹായിച്ച് എന്നെ ഈ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്വന്തമായി വീടില്ല. സഹോദരിയുടെ വീട്ടിലാണ് താമസം. ദിവസവും മരുന്നിന് മാത്രം 1700 രൂപ വേണം. ഇപ്പോൾ അതിനും മാർഗമില്ലാതായി. പണമില്ലാത്തതിനാൽ റേഡിയേഷൻ ഉൾപ്പെടെയുള്ള ചികിത്സകൾ നിലച്ചു. ജീവിതത്തിലേക്ക് മടങ്ങാൻ സന്തോഷിന് നല്ല മനസ്സുകളുടെ സഹായം മാത്രമാണ് ആശ്രയം. ന്യൂസ് 18 പത്തനംതിട്ട. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8560 രൂപ, പവന് 68,480 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 7060 രൂപ, പവന് 56,480 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ, കിലോയ്ക്ക് 1,10,10,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട് ലൈവിൽ രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും. നമസ്കാരം.